ഹായ് ഫ്രണ്ട്സ്, അങ്ങനെയുള്ള പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഗോവയിൽ പോകുന്ന പാതി വഴിയിലാണ്. അപ്പൊ അതിന്റെ പാർട്ട് 1 കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കയറി കാണണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ബാക്കി ഭാഗങ്ങളൊക്കെ മനസ്സിലാകത്തുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ ഈ പകുതിക്ക് വെച്ച് കാണുമ്പോൾ നിങ്ങളോർക്ക് ഇത് എന്ത് പണി ഇവർ പറയുന്നത്, എന്ത് പണി കാണുന്നതെന്ന് ഒന്നും മനസ്സിലാകാത്ത രീതിയിൽ ഇങ്ങനെ ഇരിക്കേണ്ടി വരും കേട്ടോ. ഇതിപ്പോ നമ്മളിപ്പോ എവിടം വരെ എത്തിയതുവരെ ഉടുപ്പിച്ചു. ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന ഒരു ബീച്ചാണ്. നമ്മൾ എല്ലാരും പേര് മാത്രമേ കേട്ടിട്ടുള്ളൂ, പക്ഷെ ബീച്ച് കണ്ടു കാണത്തില്ല. എന്തായാലും ഇതാണ് നമ്മുടെ ആ ഉടുപ്പി ബീച്ച് കേട്ടോ. ധാരാളം ടൂറിസ്റ്റുകൾ വരുന്ന ഒരു ബീച്ചാണ്. അപ്പൊ എന്ത് ടൂറിസ്റ്റ് ബസ്സൊക്കെയാണ് അവിടെ ഇവിടെയൊക്കെ കിടക്കുന്നതെന്ന് അറിയാവാ. കാരണം കാണാനും മാത്രമല്ല, റോഡിൽ കൂടെ പോകുമ്പോൾ തന്നെ നമുക്ക് ഇങ്ങനെ ആസ്വദിച്ച് യാത്ര ചെയ്യാൻ വേണ്ടി പറ്റും. അതാണ് ഈ ഒരു ബീച്ചിന്റെ പ്രത്യേകത. കണ്ടാ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേന്ന് ഒന്ന് കമന്റ് ചെയ്യണം. ഇതിലങ്ങനെ വരുവാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഈ ബീച്ചിൽ കയറാതെ പോകരുത് കേട്ടോ. അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു നഷ്ടമായിരിക്കും. നല്ല രസം ആ ബീച്ചിലോട്ട് നിറയെ ഈ പാറക്കൂട്ടങ്ങളൊക്കെ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. അപ്പൊ അതിൻ്റെ അകത്ത് കയറി നമുക്ക് കുറച്ച് ഭാഗത്ത് കടലിലോട്ട് ഇറങ്ങിയൊക്കെ നിൽക്കാൻ പറ്റും കേട്ടോ. അതാണ് ഒരു പ്രത്യേകത. എന്തായാലും ഇതിലെ നേരത്തെയൊക്കെ നമ്മൾ വന്നിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ഇറങ്ങിയൊന്നും ഇത്ര നിന്നിട്ടില്ല. പക്ഷെ ഇപ്പോഴാണ് നിൽക്കുന്നത് കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇനി നിൽക്കണമെന്നുണ്ട്. സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ നേരെ വണ്ടി വിടുവാണ് കേട്ടോ. സമയക്കുറവുകൊണ്ട് നമ്മൾ ഇവിടുന്ന് വിട്ടങ്ങ് പോവുകയാണ് കേട്ടോ. കാരണം ഇനി നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ ഗോവ ചെക്ക് പോസ്റ്റ് ആണ് നമ്മുടെ ലക്ഷ്യം. ഗോവ ചെക്ക് പോസ്റ്റ് പാസ്സായ പിന്നെ നമ്മൾ ഗോവയെത്തി എന്ന് നമ്മൾ പറയും. നമ്മുടെ മനസ്സിൽ ഗോവയിലെത്തി എന്ന് പറഞ്ഞ ഒരു ചിന്ത വരും. അപ്പോഴത്തേക്ക് നമുക്ക് ഒരു കുഴപ്പമില്ല. അതുവരെ നമുക്ക് ഒരു ബുദ്ധിമുട്ടായിരിക്കും. അയ്യോ അയ്യോ എന്നൊക്കെ ഇങ്ങനെ വെക്കുക എത്ര പറഞ്ഞാലും കേട്ടാ. പിന്നെ നമ്മൾ വന്നപ്പോൾ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചായിരുന്നു. കാരണം ബ്രേക്ക്ഫാസ്റ്റിന്റെ ടൈമൊന്നും ആയില്ല. അതിന്റെ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടാ. ഷോർട്ടൊക്കെ വീഡിയോ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ കയറിയാൽ കാണാം. അതൊക്കെ ഉണ്ട് കേട്ടോ. ഒരുപാട് വീഡിയോ ഉണ്ട്, ലോങ് വീഡിയോസ്. ഇത് മാത്രമല്ല, ഒരുപാട് സ്ഥലത്ത് ട്രാവൽ ചെയ്തൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട്. കാണാത്തരുണ്ടെങ്കിൽ ഒന്ന് കയറി കണ്ടേക്കണേ. പിന്നെ ഒരു കാര്യം പറഞ്ഞേക്കാം, ഇവിടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കിട്ടും. ഈ കർണാടകക്കാരും ഗോവക്കാരൊക്കെ കഴിക്കുന്നതാണ് കേട്ടോ. പൂരി പോലെ ഇരിക്കും, പക്ഷെ പൂരിയില്ല, പൂരിയുടെ കളർ മധുരപൂരി എന്ന് പറയും ഞാൻ. മധുരപൂരി, അതായത് മധുരമുള്ള പൂരി പോലെ ഇരിക്കും, മധുരമുണ്ട്. പക്ഷെ ഒരുപാട് മധുരം, ചെറുതായിട്ട് മധുരവും കട്ടിയും കളറൊക്കെ വ്യത്യാസമാണ് കേട്ടോ. എന്തായാലും കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴത്തേക്ക് അത് കഴിച്ച് തന്നെ പേര് ഞാൻ ചോദിക്കാൻ വിട്ടുപോയതാണ്. സോറി കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം. നമ്മളെന്തായാലും ഇവിടെ ഒരു ചേട്ടൻ പൂരി ഉണ്ടാക്കുന്നത് കണ്ടപ്പോൾ ചായ കുടിക്കാൻ കയറിയപ്പോഴത്തേക്ക് ആ കൊതി വന്ന് കഴിച്ചു പോകും കേട്ടോ. എന്തായാലും ഇനി ലഞ്ചാണ് ലക്ഷ്യം, പിന്നെ ചെക്ക് പോസ്റ്റ് ആണ് ലക്ഷ്യം. അത് കഴിഞ്ഞ് നമ്മളെ ഗോവ എത്തിച്ചേരിയാണ് ലക്ഷ്യം. അപ്പൊ എന്തായാലും ബബ്ലൂസേ, ഈ റോഡിൽ കൂടെ യാത്ര ചെയ്യുമ്പോഴത്തേക്ക് ഒരു പ്രത്യേക രീതിയിലുള്ള അനുഭൂതിയാണ് ബബ്ലൂസേ. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രീതിയിൽ നമുക്ക് ഒരു മടുപ്പും വരത്തില്ല, നമുക്ക് കുളിർമകൾ വരുത്തുള്ളൂ. കാരണം എന്താണെന്നറിയാവാ, ഒരു രീതിയിലുള്ള തിരക്കും ഇല്ല, ഒരു ശല്യവും ഇല്ല. നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ഇങ്ങനെ ഓടിച്ചു പോവാം. ഇപ്പൊ തന്നെ വേണ്ട ടോൾ ഗേറ്റ് കിടക്കുന്ന വേണ്ട, എന്തൊരു ഇങ്ങനെ കാലിയായിട്ടല്ലേ കിടക്കുന്നത്. അതെ, വിജനമായിട്ട് ഇങ്ങനെ കിടക്കുവാണ് കേട്ടോ. ഇങ്ങനെയുള്ള റോഡിൽ കൂടെ യാത്ര ചെയ്യുമ്പോഴാണ് നമുക്ക് മനസ്സിനൊരു സന്തോഷവും നമുക്ക് ഇഷ്ടപ്പെടുന്നത്. അങ്ങനെയാണ്. അല്ലാതെ നമ്മൾ ട്രാഫിക് ബ്ലോക്കിൽ എവിടെയെങ്കിലും പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ തന്നെ യാത്ര മടുത്തു പോകും. പക്ഷെ ഈ ഒരു റോഡ് നിങ്ങൾ നോക്കിയാൽ എന്ത് അടിപൊളിയാന്ന് നോക്കിയാൽ. ഭംഗിയുമാണ്, ഒരു ഇത് കണ്ടില്ല, ഒരു കുഴിയ ഒന്നുമില്ല. അതുകൂടാതെ നമുക്ക് ഇങ്ങനെ ആസ്വദിച്ച് യാത്ര കണ്ടില്ല. രണ്ട് സൈഡിലും ആയിട്ട് മനോഹരമായ എന്തെല്ലാം കാഴ്ചകളാണ് കാണാതിരിക്കുന്നത് നോക്കി. ചില സ്ഥലത്തൊക്കെ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെടാറുണ്ട് കേട്ടോ. ചില സ്ഥലങ്ങൾ ഞങ്ങളിങ്ങനെ ഓർക്കാറുണ്ട് എപ്പോഴും. അയ്യോ, ആ ഒരു യാത്ര എന്ത് മനോഹരമായിരിക്കുന്നു. അതൊക്കെ നമുക്ക് ചില യാത്രകൾ തരുന്ന സമ്മാനമാണ്. അതെന്നും നമ്മുടെ ഓർമ്മയിൽ സൂക്ഷിക്കാൻ വേണ്ടി. എല്ലായിടത്തും പോകുമ്പോൾ അത് കിട്ടണമെന്നില്ല. ചില ആൾക്കാരെ കാണുമ്പോൾ നമുക്ക് ഒരു പ്രത്യേക സന്തോഷമല്ലേ. ചില സംസ്ഥാനത്തും ചില ജില്ലയിലൊക്കെ ചെല്ലുമ്പോഴത്തേക്ക് ചിലർക്കൊക്കെ എന്ത് സ്നേഹമാ. അപ്പൊ അതുപോലെ തന്നെയാണ് ചില സ്ഥലങ്ങളൊക്കെ സന്ദർശിക്കുമ്പോൾ. അതാണ് പറയുന്നത് ട്രാവൽ ചെയ്യണമെന്ന് കേട്ടോ. അപ്പൊ നമ്മള് ഈ മോട്ടോർ സൈക്കിൾ റൈഡ് ഇതാണ് ഏറ്റവും നല്ലത്. ഞാൻ അങ്ങനെ പറയത്തുള്ളൂ. BMW അത് പോയാൽ ഞാൻ എപ്പോഴും പറയും, കിട്ടാത്ത ഒരു സുഖമാണ് ഞങ്ങളുടെ ഈ യമഹ FC-യുടെ അകത്ത് കേട്ടാ. പോകുമ്പോ നമുക്ക് കിട്ടുന്നത് എത്ര വർഷമായെന്നറിയാം ഈ വണ്ടിക്ക്. എത്രയായി? 13 വർഷത്തിന് എന്തായാലും അപ്പുറമായി കേട്ടോ. കുറെ 13 വർഷത്തിന് മേലിലായി. അത് മാത്രമല്ല പ്ലസ്, നമ്മൾ ഈ വണ്ടിയായിട്ട് ലോങ് ഒക്കെ പോയി എവിടെയെങ്കിലും ഒക്കെ നിൽക്കുമ്പോഴത്തേക്ക് ചില ആൾക്കാരൊക്കെ വന്നിട്ട് ഇതിൽ തൊട്ടൊക്കെ നോക്കും. അതൊക്കെ ശരിയാണ്. ഇപ്പൊ കുറെ ആൾക്കാർ നമ്മൾ ഈ വണ്ടിയോട് ഇഷ്ടമുള്ളവരുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ ചിലർ കമന്റ് ചെയ്യാറുണ്ട്, അയ്യോ നിങ്ങളെന്ന് സമ്മതിക്കണം, നിങ്ങൾ ഈ യമഹ FC-ന്ന് ഇത്രയും വർഷം വണ്ടി ഈ ചുറ്റുവട്ടത്ത് മാത്രം നടക്കുന്ന വണ്ടി കൊണ്ട് നിങ്ങൾ ഈ ലോകം മൊത്തം ചുറ്റി കിടക്കുമ്പോൾ നിങ്ങൾ ആരാണ്, എന്തായാലും സമ്മതിച്ചേ തന്നെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെയൊക്കെ പറഞ്ഞ് കമന്റൊക്കെ വരുമ്പോൾ നമുക്കൊരു സന്തോഷമാണ് കേട്ടോ. ശരിയാ, അത് എല്ലാവർക്കും കഴിയണമെന്നില്ല. അപ്പൊ ആർക്കും കഴിയും, പക്ഷെ നമ്മൾ മനസ്സ് വെക്കണമെന്ന് മാത്രം കേട്ടോ. ഇനിയിപ്പോ നമ്മൾ എവിടെ ആയി? ചെക്ക് പോസ്റ്റ് ആകാറായി. അതിനു മുമ്പ് നമുക്കൊന്ന് വണ്ടി ഒന്ന് നിർത്തിയേക്കാം കുറച്ച്.
അപ്പൊ ഇടയ്ക്ക് ഞങ്ങൾ എങ്ങനെയാന്ന് പറയാം, ഉറക്കം വരുമ്പോഴത്തേക്ക് നമ്മൾ എവിടെയെങ്കിലും കൂടുതൽ കുടിക്കുന്ന ചായയാണ് കേട്ടോ. ചായയൊക്കെ കുടിച്ച് കുറച്ച് നേരമൊക്കെ ഇറങ്ങി നിന്ന് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ആ ഉറക്കവും പോയി, പിന്നെ ഒരു കുളിർമയാണ് കിട്ടുന്നത്, ഒരു ബുദ്ധിമുട്ട് പറ്റില്ല. അങ്ങനെ എത്തി നമ്മൾ ഗോവ ചെക്ക് പോസ്റ്റ് കേട്ടാ. ഇതാണ് മക്കളെ ഗോവ, ഇതിനക്കരെയാണ് ഗോവ. നമുക്ക് സത്യം പറയാലോ, ഞങ്ങൾക്ക് ഈ ചെക്ക് പോസ്റ്റിന്റെ ഇത് കാണുമ്പോ ഒരു പ്രത്യേക സന്തോഷമാണ് കേട്ടോ. അപ്പൊ നമ്മള് ഗോവയിലെത്തി എന്നുള്ള ഒരു ഫീലാണ്, ഒരു സമാധാനം. പിന്നെ ഇനി നമ്മള് ലഞ്ച് കഴിച്ചിട്ടില്ലേ, നമ്മുടെ കേന്ദ്രമന്ത്രി അതായത് സിനിമാ താരം സുരേഷ് ഗോപി സാറ് ഇതിനെ വരുമ്പോ കാർവാലൊക്കെ വരുമ്പോ സ്ഥിരം വന്ന് കഴിക്കുന്ന ഒരു റെസ്റ്റോറന്റ് ആയിരുന്നു ഇത്. അപ്പൊ ഇവരാണ് ഞങ്ങളോട് ഇത് പറഞ്ഞു. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വന്നപ്പോ ഇവിടെ കയറിയാ കഴിച്ചേട്ടാ, നല്ല പിസ്താലിയൊക്കെ കിട്ടും. അങ്ങനെ പോകുമ്പോൾ പിസ്താലി കഴിക്കാൻ വേണ്ടി നമ്മളിവിടെ വണ്ടി നിർത്തുവാണ്. അപ്പം എന്തായാലും കഴിച്ച് കുറച്ചു നേരമൊക്കെ കഴിഞ്ഞിട്ട് നേരെ പോത്തുള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഗോവയിലെത്തിയപ്പോഴത്തേക്ക് കുറച്ച് ബ്ലോക്കിലൊക്കെ പെട്ട് ഭയങ്കര ക്ഷീണിതരായി പോയിട്ട് യാത്രയായിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം എന്തായാലും ഉറപ്പായിട്ട് നമ്മൾ നേരത്തെ തന്നെ എത്തും കേട്ടോ. അത് കാരണം എനിക്ക് ഒരു സന്തോഷം, ഇന്നും കിടക്കേണ്ടി വരത്തില്ല. പിന്നെ വേറെ റോഡിൽ കൂടെയാണ് നമ്മൾ പോകുന്നത്. നമുക്ക് ഓരോ പ്രാവശ്യം ചെല്ലുമ്പോഴും ഓരോരോ അറിവല്ലേ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ലാവിഷിൽ റെസ്റ്റ് ചെയ്തിട്ടാണ് ബബ്ലൂസ് നമ്മളിവിടെ എത്തിച്ചേർന്നത്. ഒരു കുഴപ്പമില്ല, ഒരു ക്ഷീണവും ഇല്ല. ഇനിയിപ്പോ ബബ്ലൂസിന് വേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ സ്പെഷ്യൽ താലി. അങ്ങനെ ഞാൻ പറയല്ലോ, ഫുഡ് കഴിക്കുന്ന വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. പിസ്താലിയൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ ചാനലിൽ ഷോർട്ട് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കാണാം. എന്തായാലും അതിനുശേഷം ഇനി നമ്മള് എത്രയും പെട്ടെന്ന് നമുക്ക് കാലങ്കോട്ട് ബീച്ചിൽ എത്തണേ, കാലങ്കോട്ട് ബീച്ചിൽ എത്തണേ. അത് മാത്രമല്ല, ഇനി ഒരു പെടാറ് സാധനം കാണാൻ പോവുക. അതെ, ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ രണ്ടാമത്തെ പാലമാണ്. പഴയ കാലത്ത് ആ കെട്ടുപാലം നിങ്ങൾ കേട്ടിട്ടുണ്ട്, അതിന്റെ പുതിയ പതിപ്പാണ് കേട്ടാ, സുവാരിപ്പാലം. നോക്കി നമ്മുടെ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയിൽ പൃഥ്വിരാജ് ഇതിലെ വരുന്ന ആ ഒരു സീനൊക്കെ ഉണ്ട്, നിങ്ങൾ എല്ലാവരും കണ്ടു കാണും. ആ ഒരു പാലത്തിലോട്ടാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പകലത്തെക്കാട്ടി കൂടുതൽ രാത്രിയിലാണ് കാണാതിരിക്കുന്നത്. ഇത് പനാജിയിലാണ്, നോർത്ത് ഗോവയും സൗത്ത് ഗോവയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പാലമാണ് ഈ സുവാരിപ്പാലം. ഇത് കണ്ടില്ലേ, ഈ ഗോവയ്ക്ക് വലിയ ഗോവയാണേലും 2 ജില്ല മാത്രമേ ഉള്ളൂ. നമ്മുടെ കേരളത്തിലെ പോലെ 14 ജില്ലയൊന്നും ഇല്ല കേട്ടാ. അതിനെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലമാണിത്. പക്ഷെ ഇത് ഇപ്പൊ തന്നെ നിങ്ങൾ ഒരു 1.5 പാലം തന്നെയാണ്. ഞെട്ടിയില്ലേ? ഇതൊന്നുമല്ല ഇതിന്റെ കാഴ്ച രാത്രിയിലാണ് കേട്ടോ. ഇനിയാണ് നമ്മൾ പേടുന്നത് കേട്ടാ. ഇത് നോക്കിക്കോ നിങ്ങൾക്ക്, ഞാൻ അതല്ലേ പറഞ്ഞത്, നമ്മൾ ചില സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ പെട്ടുപോകുന്നു. അതുപോലാണ് ഇതിപ്പോ ന്യൂ ഇയർ ആയിട്ടാണ് കേട്ടോ. നേരത്തെ എടുത്ത് വെച്ച വീഡിയോ ആണ് അത്, ഇപ്പോഴാണ് നമുക്ക് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത് കേട്ടോ. അപ്പൊ ആ ഒരു ന്യൂ ഇയർ സമയത്ത് ഇവിടുത്തെ അവസ്ഥയാണ് നിങ്ങൾ ഈ കാണാൻ വേണ്ടി പോകുന്നത്. ഫുള്ള് ബ്ലോക്ക് ആയിരിക്കും കേട്ടോ. അതാണ് പറഞ്ഞത്, നമുക്ക് ന്യൂ ഇയർ ആവശ്യം വേണ്ടി ഏതെങ്കിലും ബീച്ചിൽ ഗോവയിലൊക്കെ വരണമെന്നുണ്ടെങ്കിൽ നേരത്തെ വരണോ, അല്ലെങ്കിൽ ഇതുപോലെ പെട്ട് നമുക്ക് ആ ന്യൂ ഇയർ ആഘോഷം തന്നെ നമുക്ക് പിന്നെ എത്തിച്ചേരാൻ പറ്റത്തില്ല. എത്തിച്ചേർന്നാലേ അവിടുന്ന് നമുക്ക് ആഘോഷിക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. ശരിക്കും ഉണ്ട് കേട്ടോ. ഇവിടുന്ന് എവിടെ എത്തുന്ന നമുക്ക് അവിടെ ആ ബീച്ചിന്റെ പരിസരത്ത് എത്തിയാലല്ലേ നടക്കത്തുള്ളൂ. എന്തായാലും ഞങ്ങൾക്ക് പോകേണ്ടത് കാലങ്കോട്ട് ബീച്ചിലാണ്. ആദ്യം പോകുന്നത് നമ്മള് കാലങ്കോട്ട് ഭാഗത്തേക്കാണ് കേട്ടോ. അവിടുത്തെ ഈ അവസ്ഥയാണ്. ഇവിടുത്തെ മെയിൻ ഒരു താരമാണ് നീ കയറി വരുന്നത് കേട്ടാ. അവിടുത്തെ മെയിൻ ഒരു താരമാണ് നമ്മൾ കാണാൻ പോകുന്നത്. എന്തുവാണെന്ന് കണ്ടോ, ഈ ബസ്. ഗോവയുടെ ബസ് നമ്മുടെ നാട്ടിലെ പോലുള്ള വലിയ ബസ്സൊന്നും അല്ല കേട്ടോ, ചെറിയ ബസ്സാണ്. പിന്നെ കുഴപ്പമൊന്നുമില്ല. ഇത് കണ്ടില്ലേ എങ്ങനെയുണ്ട്? എന്തായാലും നമ്മളിതേ നല്ല രീതിയിലൊക്കെ ബ്ലോക്കിലൊക്കെ പെട്ടതാണ് കേട്ടോ. ഇടയ്ക്കൊക്കെ വീഡിയോ എടുത്തിട്ടുള്ളൂ. ശരിക്കും ഇനി അങ്ങോട്ട് ഫുള്ള് ബ്ലോക്കാണ്. പിന്നെ 2 വീലറിനെ വല്ല വിധേന എങ്ങനെയെങ്കിലൊക്കെ പോകാതിരിക്കാന്നാണ് എന്റെ ഒരു പ്രതീക്ഷ. നമ്മള് എവിടെയായാലും കേറിക്കൊണ്ട് പോവുമല്ലോ. എന്തായാലും ഇവിടം വരെയൊക്കെ എത്തിയപ്പോ ഒരു സമാധാനമുണ്ട് കേട്ടോ. ഈ ഒരു ഭാഗത്താണ് കാലങ്കോട്ട് ബീച്ചും ബഗാ ബീച്ചും പിന്നെ ഒരുപാട് പബ്ബുകളൊക്കെ ഉള്ളത് കേട്ടോ. ഏറ്റവും കൂടുതൽ ഇന്ത്യൻസ് ഒക്കെ വരുന്ന ഒരു ഭാഗമാണ് ഈ ഒരു ബീച്ചിന്റെ ഏരിയ. എന്നാലും ഇവിടം കഴിഞ്ഞിട്ടാണ് നമ്മൾ നേരെ അറമ്പോൾ ബീച്ചിലേക്ക് പോകുന്നത് കേട്ടോ. എന്തായാലും നമ്മളിവിടെ സ്റ്റേ ചെയ്യാൻ വേണ്ടി പോകുന്നത്, സ്ഥിരമായിട്ട് വരുമ്പോൾ സ്റ്റേ ചെയ്യുന്ന ഒരു ആൻറ്റിയുടെ ഹോം സ്റ്റേയിലാണ്. അപ്പോൾ വിശ്വസിച്ച് നമുക്ക് സ്റ്റേ ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. ഇതാണ് നമ്മുടെ ആൻറ്റിയുടെ ഹോം സ്റ്റേ. എത്ര പേര് വന്നാലും നമുക്കിവിടെ സ്റ്റേ ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. ഒരു റൂമിൽ തന്നെ കുറേ ആൾക്കാർക്ക് താമസിക്കാനുള്ള സൗകര്യമൊക്കെ അവർ ചെയ്തു തരും. കൂടാതെ കുക്ക് ചെയ്യണമെങ്കിൽ അതിനുള്ള സൗകര്യം ഉണ്ട് കേട്ടോ. സ്റ്റൗവും എല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഫാമിലി ആയിട്ടും ഫ്രണ്ട്സിനും കപ്പിൾസിനൊക്കെ വന്നു കഴിഞ്ഞാൽ വിശ്വസിച്ച് സ്റ്റേ ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ്. അപ്പൊ അത് കാരണമാണ് നമ്മൾ എപ്പോൾ വന്നാലും ഇവിടെ തന്നെ വരുന്നത് കേട്ടോ. അപ്പൊ എന്തായാലും നമ്മൾ ഇവിടെ 1-2 ദിവസം സ്റ്റേ ചെയ്തിട്ട് നേരെ ആറമ്പോൾ ബീച്ചിലേക്ക് പോകും. അപ്പൊ എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അടുത്ത വീഡിയോ കാണുന്നവരേക്കും ടാറ്റാ ബൈ ബൈ, സീ യു.